ഹലോ. അതെ, എനിക്ക് ഈ ചോറും കറിയൊക്കെ വെച്ചുണ്ടാക്കണേക്കാളും കൂടുതലിഷ്ടം പലഹാരങ്ങൾ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ കലത്തപ്പം കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരു കപ്പ് പച്ചരിയിൽ ഒരു നുള്ള് നല്ല ജീരകവും അതേപോലെ 2 ഏലക്കയും പൊളിച്ചിട്ടിട്ട് കൊടുക്കുക. അതിന് കുരു മാത്രമല്ലേ, അത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ കുറച്ച് ഒരു 4 കഷ്ണം അച്ചയെന്ന് പറയില്ലേ, അത്രയും ശർക്കരയും തിളപ്പിക്കാൻ വെച്ചു. പാവ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇട്ടാം. അപ്പോൾ അപ്പുറത്ത് തന്നെ പാനിൽ നെയ്യും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ അതുപോലെ ചുവന്നുള്ളിയും പിന്നെ തേങ്ങയും വറുത്ത് സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഈ തിളച്ച പാവില്ലേ, ശർക്കര പാവ്, അത് ഈ മാവിലേക്ക് മിക്സാക്കുക ചൂടോട് കൂടെ തന്നെ കേട്ടോ. അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇളക്കിയെടുക്കുക, നന്നായി ഇളക്കിയെടുക്കുക. എന്നിട്ട് കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല ചൂടായി വരുമ്പോൾ അതിൽ നെയ്യും വെളിച്ചെണ്ണയും ഒഴിക്കുക. നല്ല ഹീറ്റായിട്ടിരിക്കുമ്പോൾ തന്നെ അത് നമ്മളെടുത്ത മാവിൻ്റെ പകുതി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വിസിൽ മാറ്റിയിട്ട് നമ്മൾ കുക്കർ മൂടി വയ്ക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് സിമ്മിൽ വേവിച്ചെടുക്കുക. അതേപോലെ തന്നെ പാനിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് ഇതേപോലെ തന്നെ ഇട്ടിട്ട് അതിൻ്റെ മീതെയാണ് ഈ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടേണ്ടത്. അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള നല്ല നാരൊക്കെ കൂടിയിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ.